രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു നെയ്ച്ചോറ് അതുതന്നെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത. അപ്പോൾ അനിയനാണ് ഉള്ളിയും ക്യാരറ്റും തക്കാളിയും കാര്യങ്ങളൊക്കെ അരിയുന്നത്. ഞാനാണ് വെക്കുന്നത്. ഹെൽപ്പറായിട്ട് അമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ ഓരൊക്കെ ഒന്നിട്ട് ഒന്ന് ചൂടാക്കണം. തീ കൂടുതലായതുകൊണ്ട് കരിഞ്ഞിട്ടുണ്ട് ആൾക്കാർ നേരിട്ടതൊക്കെ. നേരിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കണുണ്ട്. കരിഞ്ഞോട്ടെ, നമുക്കിന്നാൻ തന്നെയല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഉള്ളിയൊക്കെ ഇട്ടു. വേണ്ടത് ആ ടൈമിൽ തീയൊന്നും നല്ലപോലെ കത്തൂല. എന്നാൽ വേണ്ടാന്ന് കരുതുമ്പോഴോ നല്ലോണം കത്തും. അതാണ് സംഭവിച്ചത്. പിന്നെ തീക്കുള്ളിയൊക്കെ പിരിച്ച് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. വെള്ളമൊക്കെ ആ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം, 2 പാത്രം വെള്ളമൊക്കെ ഒഴിച്ച് പിരിച്ച് വെച്ച നമ്മളെ വറുക്കൊക്കെ അതിലേക്ക് തന്നെ പിന്നിട്ട് സെറ്റാക്കി വെച്ചു. അപ്പോൾ തന്നെ അവിടെ കുറേ വെള്ളം പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെ അവിടെ പോയ വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേഗം പിന്നെ അടുത്ത പണി നമ്മൾ വെള്ളം തിളക്കി അരി ഇടുക. അതാണ്. പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മൂടി വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വേഗം ഉണ്ടല്ലോ, നെയ്ച്ചോറാവാൻ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിനു മുൻപ് ബിരിയാണി വെച്ചിരുന്നു. പിന്നെ അതിൽ കുറച്ച് ബാക്കി അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിന്ന് നെയ്ച്ചോറാക്കി വെക്കാമെന്ന് വെച്ചു. ക്യാരറ്റൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതും അതിലേക്ക് കൊടുന്നിട്ടു. പിന്നെ സത്യം പറഞ്ഞാൽ നെയ്ച്ചോറ് അവിടെ ആയിന് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അരി ഇടുന്ന ടൈമിൽ എനിക്ക് ഒരു കോൾ വന്നു. പിന്നെ ഞാനത് വിളിക്കാനായിട്ട് അങ്ങനെ പോയപ്പോഴത്തേന് അമ്മ അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നെയ്ച്ചോറ് അവിടെ ആയി. പിന്നെ അമ്മ ചിക്കൻ ഉണ്ടാക്കണം. അമ്മ ചിക്കൻ കഴിക്കില്ലെങ്കിലും അമ്മയിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ. പിന്നെ ഞാൻ നെയ്ച്ചോറിക്കുള്ള അണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് അതെങ്കിലും ഒന്ന് വറവിടാലോ അരിച്ച് വീഡിയോ എടുക്കാൻ വെച്ച് അതിന് വേണ്ടി നിൽക്കുകയാണ്. നെയ്ച്ചോറ് അരിയിടുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും പോയി, ഇതെങ്കിലും കിടക്കട്ടെ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഇപ്പോൾ ആർക്കും അറിയാത്തല്ലേ, ആർക്കും അറിയാത്തവരുണ്ടാവില്ല. സിമ്പിളല്ലേ, ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം, സിമ്പിൾ. പിന്നെ നമ്മൾ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് അത് നേരെ നമ്മളെ നെയ്ച്ചോറിക്ക് ഇട്ടൊന്ന് ഇളക്കണം. അപ്പം ഞാൻ അണ്ടിയും മുന്തിരിയൊക്കെ കൊണ്ട് പോവുകയാണ്, നെയ്ച്ചോറിക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അമ്മ അവിടെ നല്ല ചിക്കന് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി സെറ്റാക്കുന്നുണ്ട്. ഞാനിവിടെ നമ്മുടെ അണ്ടിയും മുന്തിരിയൊക്കെ നെയ്ച്ചോറിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നെയ്ച്ചോറ് റെഡി ആവാൻ. വേഗം ഉണ്ടല്ലേ, ഇന്നത്തേത് വേഗം റെഡിയായി, ഒരു കോൾ വന്നതുകൊണ്ട്. അപ്പം അങ്ങനെ ചിക്കനൊക്കെ ആ മസാലയൊക്കെ ഇട്ട് ഞാനായിട്ട് പിന്നെ ഇളക്കി കൊടുക്കുന്നത്. അമ്മയ്ക്കിപ്പോൾ എന്തോ കുളിക്കാണ്ട് കാരണം മഴ ആയതുകൊണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല. എന്തിനെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. രാത്രി കുറച്ചൊരു മഴയ്ക്കൊരു മാറ്റം കിട്ടി. അപ്പം അമ്മ വേഗം പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ പിന്നെ കുളിയും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. പിന്നത്തെ പണി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അത് വെന്ത ഉടനെ മണം പിടിച്ച് ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ 30 തുടങ്ങി പണി. എനിക്ക് ബിരിയാണി വേണോ, നെയ്ച്ചോറാണെന്നൊന്നും അവൻ അറിയില്ല. പക്ഷേ അവന് ചിക്കനും ചോറും ഇങ്ങനത്തെ മണമുള്ള ചോറും കണ്ടാവും അവൻ്റെ വിചാരം, ഓ ബിരിയാണിയാണ്, എന്നാൽ ശരി. അപ്പം ഞാൻ പോയിരുന്ന പറഞ്ഞ് അവിടെയൊക്കെ പോയിരുന്ന് അവൻ തന്നെ ടേബിളും കാര്യമൊക്കെ ഇവിടെ വയ്ക്കണം അവിടെ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊണ്ടുപോയി അവൻ തന്നെ ഇട്ട് ഫുഡ് കഴിക്കാൻ അവൻ തന്നെ ഫസ്റ്റ് കയറിയിരുന്നു. അപ്പോൾ മതി എന്നൊക്കെ പറഞ്ഞ് തിരക്കൂട്ടുണ്ട്. മുന്തിരി വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പൊറുക്കി തിന്നാണ്. അവരവിടെ ഫുഡ് കഴിക്കട്ടെ. ഞാനപ്പോൾ തന്നെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ച് ഞാൻ വേഗം മേലെ കഴുകാൻ പോയി. അപ്പം അങ്ങനെ മേലെ കഴുകി വന്നിട്ട് എനിക്കും കഴിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ തന്നെ മേലെ കഴുകാൻ പോയി. അങ്ങനെ എൻ്റെ മേലെ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടോ. വീണ്ടും ഞാൻ നമ്മുടെ വീഡിയോ ഓണാക്കി വെച്ച് പോയത് തന്നെയാണ്. എന്നാലും ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ച് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ എടുക്കണ്ടേ. അപ്പം അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഓന് ചോറുണ്ടാണ്. അപ്പോൾ ഓൻ അവൻ്റെ മേമനെ കളിയാക്കുകയാണ്, എന്തൊക്കെയാ പറഞ്ഞ് കളിയാക്കുകയാണ്. ഓനിങ്ങനെ കൊത്തണം. അങ്ങനെ ഒരാളോട് ഇങ്ങനെ കൊത്തി ഇങ്ങനെ നിൽക്കണ പറഞ്ഞാൽ വലിയ തൃപ്പതിയാണ്. അപ്പോൾ ഞങ്ങളേതായാലും സ്കൂളൊക്കെ തുറക്കാനായില്ലേ, പോവാനായി. അപ്പോൾ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി, നെയ്ച്ചോറുണ്ടാക്കി, അങ്ങനെ ഓരോന്നുണ്ടാക്കി ഇങ്ങനെ നിൽക്കണ പണിയാണ് ഇപ്പോൾ. പോകാനാകുമ്പോൾ അനിയത്തിക്കും അമ്മയ്ക്കും അതുപോലെ അനിയന്മാർക്കൊക്കെ നല്ല വിഷമമുണ്ട്. പോയല്ലേ പറ്റുള്ളൂ.
അപ്പോൾ പിന്നെ മോളും വന്നു. അവളെ വിളിച്ച് ഓടി ചോറിനാൻ വന്നു. കണ്ടോ എന്നെ പോലെയാണ് ആ കുട്ടി തിന്നത്, തന്നെ ചെറുതാണ്, ഈ തിന്ന അതേപോലെ എന്നൊക്കെ പറഞ്ഞ് ഓരോ സോപ്പിട്ട് ഇങ്ങനെ തീറ്റിപ്പിക്കുകയാണ്. അപ്പോൾ ഓരും തന്നെ തിന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടക്കാൻ പോയി. ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബായ്.